വേമ്പനാട്ട് കായലിന്റെ ഓളപ്പരപ്പിനെ കീഴടക്കിയിരിക്കുകയാണ് കോട്ടയം വൈക്കം കുലശേഖരമംഗലം സ്വദേശികളായ ഇരട്ടക്കുട്ടികൾ. വെള്ളൂർ ഭവൻസ് ബാലമന്ദിറിലെ UKG വിദ്യാർത്ഥികളായ നൈവേദ്യ ഹരീഷും നിഹാരിക ഹരീഷുമാണ് 9 കിലോമീറ്റർ ദൂരം വേമ്പനാട്ട് കായലിന് കുറുകെ താണ്ടി വേൾഡ് വൈഡ് റെക്കോർഡ്സിൽ ഇപ്പോൾ ഇടം നേടാൻ ശ്രമിക്കുന്നത്. തവണക്കടവിൽ നിന്നും വൈക്കം ബീച്ച് കരയിലേക്കാണ് ഇരുവരും നീന്തിയെത്തിയത്. പ്രമുഖ വ്യക്തിത്വങ്ങൾ ഹരീഷിനുമുള്ള ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ വേമ്പനാട്ട് കായൽ നീന്തിക്കിടന്ന രണ്ട് ഇരട്ടക്കുട്ടികളായിട്ടുള്ള നിഹാരികയും നൈവേദ്യയും അല്ലേ? എന്താ പേര്? നിഹാരിക. എങ്ങനെ ഉണ്ടായിരുന്നു നീന്തല്? സൂപ്പർ. എവിടെയൊക്കെയായിരുന്നു പ്രാക്ടീസ്? കോതമംഗലം, പിന്നെ ഉദയനാവരം ആണല്ലേ? ഇപ്പൊ നീന്താൻ വന്നപ്പോഴത്തേക്ക് എന്താ തോന്നി? ഇത്രയും വലിയ കായൽ ഇങ്ങനെ ഹാപ്പി ആയിരുന്നു. അമ്മയുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. കേക്ക് കഴിച്ചോണ്ടിരിക്കുക. നേരെ നീന്തി ഇങ്ങനെ വന്നുള്ളത് അച്ഛനും ഉണ്ട് ഇപ്പൊ കൂടുതൽ. നൈവേദ്യ എങ്ങനെ ഉണ്ടായിരുന്നു നീന്തിട്ട്? സൂപ്പറായിരുന്നു. ഇത് ആരാ ആദ്യം നീന്തണമെന്ന് പറഞ്ഞ കാര്യം? ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനം എടുത്തോ? എത്രയല്ല പഠിക്കണം രണ്ടുപേരും കൂടി? എത്രയല്ല പഠിക്കണ? UKG പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഈ ഇത്രയും വലിയ കായൽ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും എന്താ തോന്നിയേ? ചാടാൻ തോന്നി. അങ്ങനെ ചാടി അങ്ങനെ നീന്തി വന്നല്ലേ? അപ്പൊ റെക്കോർഡ് കരസ്ഥമാക്കി. എന്ത് റെക്കോർഡാ? വേൾഡ് റെക്കോർഡ്. എങ്ങനെയായിരുന്നു കുട്ടികളെ ഈ ഒരു നീന്തലിന് വരാൻ പ്രോത്സാഹനമൊക്കെ? മദ്യപാനം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ പിള്ളേരും നീന്തൽ പേടിയാണല്ലോ, അതുകൊണ്ടാണ് നീന്തൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നീന്തൽ പഠിച്ച ഉദനാവരത്ത് ഷാജികുമാർ സാറിൻ്റെ അടുത്താണ്. അപ്പോൾ സാറാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് നീന്തൽ പഠിച്ചു. അപ്പോൾ സാറാണ് പറഞ്ഞത് നമ്മൾക്കിങ്ങനെ കോതമംഗലത്തിൽ ഡോൾഫിൻ ക്ലബ്ബ് ഉണ്ടെന്നും അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കായൽ നീന്താനൊക്കെ നമുക്ക് നോക്കാൻ പറഞ്ഞത്. ചെന്നപ്പോൾ ബി സാറ് പറഞ്ഞു ഓക്കെ നമുക്ക് കുഴപ്പമില്ല പിള്ളേരെ നമുക്ക് നീന്തിക്കാമെന്ന് പറഞ്ഞു. വേമ്പനാട്ട് കായൽ ഇങ്ങനെ നീന്തുകയെന്ന് കേട്ടപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അമ്മയെന്ന നിലയിൽ എങ്ങനെയായിരുന്നു ആദ്യം തോന്നിയത്? ഒരുപാട് സന്തോഷം, ഒത്തിരി ഹാപ്പിയാണ്. പഠിപ്പിച്ച രണ്ട് സാറുമാർക്ക് ഒരുപാട് നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ ഒരുപാട് പ്രൗഡാണ്, ഒത്തിരി ഹാപ്പി. എന്തായാലും ഈ ചെറു പ്രായത്തിലാണ് ഇങ്ങനെ ഒരു വലിയൊരു വേൾഡ് റെക്കോർഡ് കുട്ടികളിലൂടെ കരസ്ഥമാക്കിയിരിക്കുന്നത്. അതെ തീർച്ചയായും. ഞങ്ങളിപ്പോൾ പ്രൗഡ് പേരൻസ് ആണ്, ഒരുപാട് പ്രൗഡാണ്. മക്കള് കുഞ്ഞു മക്കളാണ്, 5 വയസ്സേ ആയിട്ടേ ഉള്ളൂ. എനിക്ക് വെള്ളം ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ ഭയങ്കര എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അക്കരെ പോകുമ്പോഴത്തേക്കും എടുത്ത് ചാരട്ടെ എന്ന് ചോദിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്, സ്വിമ്മ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. രാവിലെ ഒരു 6:15 ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേക്കണം. ഒരിക്കലും എനിക്ക് വയ്യ, ചെയ്യില്ല, എനിക്ക് വേണ്ട, മടി, അല്ലെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് ഒരിക്കലും ചോദിക്കാറില്ല. ഒരിക്കലും ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ഇന്ന് പോകണം അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ 25th ഒരു ഡേയിലേക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ആയിരുന്നു. ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷം, വളരെ സന്തോഷം. എനിക്ക് നീന്തൽ ഇഷ്ടമായിരുന്നു പണ്ട്, അതുകൊണ്ട് പിന്നെ പിള്ളേർക്കും നീന്തുന്ന എനിക്ക് താല്പര്യമുള്ള സംഭവമായിരുന്നു. അപ്പോൾ അവർ നീന്തിയപ്പോൾ കൂടുതൽ സന്തോഷമായി. നിഹാരികയും നൈവേദ്യയും അങ്ങനെ ഒരു വേൾഡ് റെക്കോർഡ് കടന്നിരിക്കുകയാണ്. വേമ്പനാട്ട് കായലാണ് ഒരു 9 കിലോമീറ്റർ ദൂരം നീന്തി കടന്നു വന്നത്. നാടും അത്തരത്തിൽ വലിയ സന്തോഷത്തിലാണ്. ജോബിൻ തേക്കടിപ്പം, ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ശ്യാമപ്രസാദ് ഉത്തമൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. ശ്യാമ, കായല് കണ്ടതിന്റെ ആവേശത്തിൽ നേരെ പോയി ചാടിയ കുഞ്ഞുങ്ങളല്ല, അവർ കൃത്യമായ പരിശീലനത്തിലൂടെ ഒരു മടിയും കൂടാതെ അങ്ങനെ കടന്നു വന്നൊരു റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നവരാണ്. UKG പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ശരിക്കും അവരുടെ ആ ഒരു പ്രയത്നം അത് നമ്മളിൽ പലരുമാണ് കണ്ടുപിടിക്കേണ്ടത്. തങ്ങളുടെ 5ാം വയസ്സിൽ ഒരു ലോക റെക്കോർഡിലേക്കുള്ള ഒരു ദൗത്യമാണ് നിഹാരികയും നൈവേദ്യയും കൂടി ഇന്ന്
പൂർത്തിയാക്കിയത്. അതും കേരളത്തിലെ ഏറ്റവും വലിയ കായലായിട്ടുള്ള വേമ്പനാട്ട് കായൽ. ആ വേമ്പനാട്ട് കായലിന് കുറുകെ അവർ നീന്തിക്കടന്ന് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈയൊരു അറ്റംപ്റ്റിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയുമാണെങ്കിലും ഒന്ന് ചങ്കിടിക്കും. അങ്ങനെ ആ ഒരു ചങ്കിടിപ്പോട് കൂടി തന്നെയാണ് ആദ്യ അവസാനം വരെ അവിടെ ഈ നിഹാരികയുടെയും നൈവേദ്യയുടെയും അച്ഛനമ്മമാരായിട്ടുള്ള ഹരീഷും അനുമോളും അവിടെ ഉണ്ടായിരുന്നത്. മക്കൾ രണ്ടുപേരും നീന്തി വന്നപ്പോൾ ആദ്യം ചാടിയിറങ്ങി അച്ഛനും അമ്മയും രണ്ടുപേരെയും ഓരോ കരങ്ങളിലെടുത്ത് പിടിച്ച് പിന്നീട് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ അവരെ ആ വേദിയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച അവരെ സംബന്ധിച്ച് അവർക്കൊരു പ്രൗഡ് മൊമെൻ്റാണ്. തീരെ ചെറുപ്പം തൊട്ടേ മക്കൾക്ക് രണ്ടുപേർക്കും നീന്തലിനോട് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെയാണ് റിട്ടയർ ഫയർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളുടെ കീഴിൽ അവിടെ ഉദയനാപുരത്ത് തന്നെ നീന്തൽ പഠിക്കാൻ ചേരുന്നു. അതിനുശേഷം കോതമംഗലത്തെ ഡോൾഫിൻ ക്ലബ്ബിലേക്ക് ഇരുവരെയും മാറ്റുന്നു. അവിടെ നിന്നുള്ള ആ ഒരു ആഗ്രഹമാണ് ഇന്നിപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് റെക്കോർഡ് എന്ന കടമ്പയിലേക്കാണ് അവർ ഇരുവരും കൂടി കടക്കുന്നത്. രണ്ടുപേരും ഇരട്ടക്കുട്ടികളാണ്. വെള്ളൂർ ഭവൻസ് മന്ദിറിലെ UKG വിദ്യാർത്ഥികളാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ചെറുപ്രായത്തിൽ ഒരു വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കുക അത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. പക്ഷേ വൈക്കം സ്വദേശികളായിട്ടുള്ള കുലശേഖരമംഗലത്തെ ഈ നൈവേദ്യക്കും നിഹാരികയ്ക്കും അച്ഛൻ്റെയും അമ്മയുടെയും ആ കുടുംബത്തിൻ്റെയും പിന്തുണയോടുകൂടി അത് സാധിക്കാനായിട്ടുള്ള ആ ഒരു യജ്ഞം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഈ ദൃശ്യങ്ങളും മറ്റുമൊക്കെ അയച്ചു കൊടുത്ത് അവിടെ നിന്നാണ് ആ വേൾഡ് റെക്കോർഡിലേക്ക് കടക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അതെത്തും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അവിടെ കൂടിയ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അവിടെ അതെ, ശരിയാണ്. അങ്ങനെ എത്തട്ടെ അല്ലേ? കാണുമ്പോൾ നമ്മളും ആഗ്രഹിച്ചു പോകുന്നത് അങ്ങനെയാണ്.